പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ്, സൂപ്പർ താരമായ AJ സ്റ്റൈൽസ് TNA റെസ്ലിംഗ് എന്ന കമ്പനിയിലേക്ക് തിരികെ പോകുന്നു എന്നുള്ളൊരു വാർത്ത ഔദ്യോഗികമായി TNA റെസ്ലിംഗ് തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന സ്ലമവേഴ്സറി എന്ന് പറയുന്ന TNA റെസ്ലിംഗിൻ്റെ ഒരു വർഷത്തിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പേപ്പർ വ്യൂവിലാണ് TNA റെസ്ലിംഗിലേക്ക് AJ സ്റ്റൈൽസ് തിരികെ വരുന്ന ഒരു സെഗ്മെൻറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. AJ സ്റ്റൈൽസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എത്തരത്തിലായിരിക്കും എന്നുള്ളത് ഇതുവരെ കൺഫേം ആയിട്ടില്ല. സെഗ്മെൻ്റ് ആണോ മത്സരമാണോ എന്നുള്ളത് ഇതുവരെ കൺഫേം ആയിട്ടില്ല. TNA റെസ്ലിംഗും WWEയും ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വർക്കിംഗ് റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ് WWEയുടെ മെയിൻ റോസ്റ്ററിലുള്ള സൂപ്പർ താരം AJ സ്റ്റൈൽസ് TNA റെസ്ലിംഗിലേക്ക് തിരികെ പോകുന്നത്. TNA റെസ്ലിംഗിൽ അവസാനമായി AJ സ്റ്റൈൽസ് അപ്പിയറൻസ് നടത്തിയത് 2014 അതിനർത്ഥം 10 വർഷങ്ങൾക്ക് ശേഷം TNA റെസ്ലിംഗിലേക്ക്, അദ്ദേഹത്തിൻ്റെ ഹോം എന്ന് വിളിക്കാൻ പറ്റുന്ന കമ്പനിയിലേക്ക് AJ സ്റ്റൈൽസ് തിരികെ പോകുന്നു. AJ സ്റ്റൈൽസ് TNA റെസ്ലിംഗിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ 2 ദിവസം മുൻപേ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. TNA റെസ്ലിംഗിൻ്റെ നിലവിലെ പ്രസിഡന്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു പോസ്റ്റ് ഉണ്ട് TNA റെസ്ലിംഗിൻ്റെ സ്ലമവേഴ്സറി എന്ന് പറയുന്ന പേപ്പർ വ്യൂവുമായി ബന്ധപ്പെട്ട്. ആ പോസ്റ്റിൽ ഫിനോമിനൽ എന്ന് പറഞ്ഞ് AJ സ്റ്റൈൽസിൻ്റെ നിക്ക് നെയിം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോളേ ഒരു സംശയം ഉണ്ടായിരുന്നു. പിന്നീട് പുറത്തേക്ക് വന്ന വാർത്തകളും AJ സ്റ്റൈൽസിൻ്റെ അപ്പിയറൻസ് ചിലപ്പോൾ നടന്നേക്കാം എന്നുള്ള തലത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് ഇന്നലെ രാത്രി അറിയാൻ സാധിച്ച ഒരു അപ്ഡേറ്റ്, TNA റെസ്ലിംഗ് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടാണ് ഈ ഒരു അപ്ഡേറ്റുകൾ പുറത്തേക്ക് വിടുന്നത് എന്നായിരുന്നു. ഇന്ന് രാവിലെ TNA റെസ്ലിംഗിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന വീക്ക്ലി എപ്പിസോഡിൻ്റെ അവസാനം AJ സ്റ്റൈൽസിൻ്റെ പഴയ TNA റെസ്ലിംഗിലെ മത്സരങ്ങളിൽ AJ സ്റ്റൈൽസിൻ്റെ കുറച്ച് വീഡിയോസ് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ AJ സ്റ്റൈൽസിൻ്റെ മുഖം അവർ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്ലമവേഴ്സറിയിൽ ഒരു ബിഗ് സർപ്രൈസ് ഉണ്ടായിരിക്കുമെന്നും മാത്രമാണ് അവർ ഇങ്ങനെ ടീസ് ചെയ്ത് പോയത്. ഇപ്പോൾ മണിക്കൂറുകൾക്ക് മുൻപ് മാത്രം AJ സ്റ്റൈൽസിൻ്റെ TNA റെസ്ലിംഗിലേക്കുള്ള തിരിച്ചുവരവ് ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ AJ സ്റ്റൈൽസ് വരാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ വന്ന ഉടനെ തന്നെ TNA റെസ്ലിംഗിൻ്റെ സ്ലമവേഴ്സറി എന്ന് പറയുന്ന ഷോയുടെ ടിക്കറ്റ് സെയിൽസിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതായത് 1000-ലധികം ടിക്കറ്റാണ് 2 ദിവസത്തിനുള്ളിൽ തന്നെ വിറ്റഴിഞ്ഞു പോയത്. ഈ വാർത്ത ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ഇനി ഇവർ എത്ര ടിക്കറ്റ് വെച്ചാലും അതൊക്കെ വിറ്റഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. TNA റെസ്ലിംഗിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഷോ ആയിട്ട് ഈ തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന സ്ലമവേഴ്സറി എന്ന് പറയുന്ന ഷോ മാറാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ ചാനലുകളിൽ നമുക്ക് യൂറോ സ്പോർട്സിലൂടെ കാണാൻ സാധിക്കും. മിക്കവാറും പുലർച്ചെ ഒരു 4:30 മുതലൊക്കെ ആയിരിക്കും സ്ലമവേഴ്സറി എന്ന് പറയുന്ന ഷോ ലൈവ് ആരംഭിക്കുക. ഈ TNA റെസ്ലിംഗിലേക്ക് AJ സ്റ്റൈൽസ് മാത്രമല്ല അപ്പിയറൻസ് നടത്തുന്നത്, മറ്റ് മെയിൻ റോസ്റ്ററിലെ താരങ്ങൾ അപ്പിയറൻസ് നടത്താനും സാധ്യത ഉണ്ടെന്നുള്ളൊരു റൂമർ കൂടി റെസ്ലി വോട്ട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. NXTയിൽ നിന്നുള്ള താരങ്ങളൊക്കെ ടൈറ്റിൽ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് സ്ലമവേഴ്സറി എന്ന് പറയുന്ന പേപ്പർ വ്യൂവിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന സ്ലമവേഴ്സറി എന്ന് പറയുന്ന പേപ്പർ വ്യൂ റെസ്ലിംഗ് ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പേപ്പർ വ്യൂ ആയിരിക്കാൻ സാധ്യത വർദ്ധിച്ചിരിക്കുന്നു. രണ്ടാമത്തെ അപ്ഡേറ്റ് AEWൻ്റെ സൂപ്പർ താരമായ കെന്നി ഒമേഗ എന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. ഓൾ ഇൻ ടെക്സസ് 2025 എന്ന ഷോയിലാണ് കെന്നി ഒമേഗയെ അവസാനമായി നമുക്ക് കാണാൻ സാധിച്ചത്. കസ്റ്റിക ഒക്കാഡയ്ക്കെതിരെ കെന്നി ഒമേഗ ഒരു യൂണിഫൈഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി മത്സരിച്ചതും മത്സരത്തിൽ പരാജയപ്പെടുന്നതുമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നിലവിൽ ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ല. കെന്നി ഒമേഗയുടെ ആരാധകരെ സംബന്ധിച്ചും AEW ആരാധകരെ സംബന്ധിച്ചും സങ്കടപ്പെടുത്തുന്ന ഒരു അപ്ഡേറ്റാണ് ഫൈറ്റ്ഫുൾ സെലക്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ളത് കെന്നി ഒമേഗ വീണ്ടും AEWയിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന തലത്തിലാണ്. കെന്നി ഒമേഗ എത്ര കാലത്തോളം മാറി നിൽക്കും എന്നുള്ളത് അറിയില്ല. എന്തായാലും ഈ ഒരു മാറി നിൽക്കൽ കുറച്ച് മാസങ്ങൾ നീണ്ടുപോയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നും ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. AEWയെ സംബന്ധിച്ച് കെന്നി ഒമേഗ വീക്ക്ലി എപ്പിസോഡുകളിൽ വരുന്നതും പേപ്പർ വ്യൂവിൽ മത്സരിക്കുന്നതുമൊക്കെ വ്യൂവർഷിപ്പ് ഉയർത്തുന്നതിന് മുഖ്യ കാരണമാണ്. പക്ഷേ കെന്നി ഒമേഗ ഇപ്പോൾ അടുത്തടുത്തായിട്ട് അദ്ദേഹത്തിന് വന്ന ഇഞ്ചുറികൾ മൂലം മാറി നിൽക്കുന്നത് സ്റ്റോറി ലൈനെയും വ്യൂവർഷിപ്പിനെയും നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കെന്നി ഒമേഗ പഴയ പോലെ ആ ഒരു റോഡ് ടു AEW എന്നുള്ള രീതിയിൽ എല്ലാ ഷോകളിലും വന്ന് ഒരു സമയമായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇഞ്ചുറി മൂലം മാറി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയും ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് ഒമാസ് എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. കുറേയധികം കൂട്ടുകാർ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒമാസ് എന്ന് പറയുന്ന റെസ്ലർ എവിടെയാണ്, അദ്ദേഹത്തെ എന്താണ് WWE ഉപയോഗിക്കാത്തത് എന്നൊക്കെ. ഒമാസ് എന്ന് പറയുന്ന റെസ്ലറിനുമായിട്ടുള്ള WWEയുടെ കോൺട്രാക്റ്റ് ഈ അടുത്താണ് പുതുക്കിയത്. അപ്പോൾ ഒമാസിനെ കമ്പനി പുറത്തേക്ക് വിടാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. അപ്പോൾ ഒമാസിനെ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, മറ്റ് താരങ്ങൾക്കുള്ള ഒരു സ്ക്രീൻ ടൈം കഴിഞ്ഞിട്ട് ഒമാസിനൊരു ടൈം കൊടുക്കാൻ WWEന് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് മെയിൻ റോസ്റ്ററിലോ NXTയിലോ ഒമാസിനെ നമുക്ക് കാണാൻ സാധിക്കാത്തത്.
ചെയ്തത്. കൂടാതെ ജയൻറ്റ് റെസ്ലേഴ്സിന് കൊടുത്തിരുന്ന ഒരു ഇമ്പോർട്ടൻസ്, അത് വിൻസ് മിക്മാൻ്റെ കാലത്ത് കൊടുത്തിരുന്ന ഒരു ഇമ്പോർട്ടൻസ് നിലവിൽ ട്രിപ്പിൾ എച്ച് കൊടുക്കുന്നില്ല. അദ്ദേഹം നല്ല ഹൈറ്റുള്ള റെസ്ലേഴ്സിനെയൊക്കെ വെച്ച് വലിയ പദ്ധതികളൊന്നും തയ്യാറാക്കുന്നില്ല. അപ്പോൾ ഒമാസിനെ അത് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. നിലവിൽ റസ്ലി വോട്സ് എന്ന് പറയുന്ന ഒരു ട്വിറ്റർ ഹാൻഡിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കുറച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ വർഷമൊക്കെ ഒമാസിനെ പ്രോ റെസ്ലിംഗ് നോഹ എന്ന് പറയുന്ന ജാപ്പനീസ് റെസ്ലിംഗ് കമ്പനിയിൽ മത്സരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. അവിടെ ടാഗ് ടീം ചാമ്പ്യൻ ആകുന്നതും ഒമാസിനെ സാധിച്ചെടുക്കാൻ സാധിച്ചൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അപ്ഡേറ്റ് പിന്നെയും ഒമാസിനെ തേടി വരികയാണ്. ഇപ്രാവശ്യം മെക്സിക്കൻ കമ്പനിയും WWE വാങ്ങിച്ചു എന്ന് നമ്മൾ കരുതുന്ന ട്രിപ്പിൾ എ എന്ന് പറയുന്ന കമ്പനിയിലേക്കാണ് ഒമാസിനെ അയക്കാൻ മാനേജ്മെൻറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ എന്നുള്ളൊരു രീതിയിലാണ് മെക്സിക്കൻ ആരാധകർക്ക് മുന്നിലേക്ക് ട്രിപ്പിൾ എ ലുച്ച ലിബ്ര എന്ന് പറയുന്ന കമ്പനിയിലൂടെ ഒമാസിനെ WWE കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ ട്രിപ്പിൾ എ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ഒമാസിനെ പോലെ വലിയ ഹൈറ്റും വെയിറ്റുമുള്ള ഒരു റെസ്ലർ എത്തുമ്പോൾ ലുച്ച സ്റ്റൈലിൽ നിന്ന് അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. അങ്ങനെ ഒരു സ്പെഷ്യൽ അട്രാക്ഷനാണ് ഒമാസിനെ ഉപയോഗിച്ചുകൊണ്ട് നിലവിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അതിലേക്കുള്ള നടപടികൾ അല്ലെങ്കിൽ സ്റ്റോറി പ്ലാനുകൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു അപ്ഡേറ്റാണ് റസ്ലി വോട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവസാനമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് മുൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ജേക്കബ് ഫാറ്റു എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റുകളാണ് ജേക്കബ് ഫാറ്റുവിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഒരു എലീറ്റ് ലെവൽ പരിഗണനയായിരിക്കും ജേക്കബ് ഫാറ്റുവിന് ഇനി അങ്ങോട്ട് കിട്ടാൻ പോകുന്നത് എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് റസ്ലി വോട്സിൻ്റെ ട്വിറ്റർ ഹാൻഡിലിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റസ്ലി വോട്സിൻ്റെ റിപ്പോർട്ട് നമ്മൾ വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ ജോൺ സിന, സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ തുടങ്ങിയവർക്ക് ലഭിച്ചിരുന്ന ഒരു എലീറ്റ് ലെവൽ പരിഗണനയുണ്ട്. അവരെ ഉപയോഗിച്ചുകൊണ്ട് WWE മാനേജ്മെൻറ്റ് ചെയ്തിരുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുണ്ട്. അതാണ് ഇനി അങ്ങോട്ട് ജേക്കബ് ഫാറ്റുവിനെ ഉപയോഗിച്ചുകൊണ്ട് കമ്പനി തയ്യാറാക്കുന്ന പദ്ധതികൾ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും അവിടുത്തെ എറീനയുടെയും അവിടുത്തെ സ്പോർട്സ് ടീം, അപ്പോൾ അമേരിക്കൻ ഫുട്ബോൾ, അമേരിക്കയിലുള്ള മറ്റ് ഗെയിംസ്, ഇപ്പോൾ MLB പോലെയുള്ള ഗെയിംസ്, അതിലേക്ക് ഒരു ടീമിൻ്റെയൊക്കെ ഒരു മെർച്ചൻഡൈസൊക്കെ ജേക്കബ് ഫാറ്റു ധരിക്കുന്നതും അതിലൂടെ മൊത്തത്തിൽ കാണികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വലിയൊരു മാർക്കറ്റിംഗ് ജേക്കബ് ഫാറ്റു എന്ന് പറയുന്ന റെസ്ലർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ WWE ഉന്നം വെക്കുന്ന ഒരു പ്ലാൻ. പണ്ട് ജോൺസണക്കും അതിനു മുൻപ് സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിനും ഒക്കെ ചെയ്തിരുന്ന അതേ രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് ജേക്കബ് ഫാറ്റുവിന് കൊടുക്കാൻ പോകുന്നത്. ഒരു ടോപ്പ് ടയർ ബേബി ഫേസ്, അതായത് ഒരു ഫേസ് ഓഫ് ദി കമ്പനി എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പരിഗണനയായിരിക്കും ജേക്കബ് ഫാറ്റുവിന് മാർക്കറ്റിംഗ് ലെവലിൽ കൊടുക്കാൻ പോകുന്നത് എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ജേക്കബ് ഫാറ്റു എന്ന് പറയുന്ന റെസ്ലറിൽ കുറേയധികം പദ്ധതികൾ WWE ഉണ്ട്. അത് വേൾഡ് ചാമ്പ്യൻ ആകുന്ന രീതിയിലൊക്കെ ആയിരിക്കുമെന്നുള്ളത് ഇത് നമുക്ക് ഈ ഒരു റിപ്പോർട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന ഒരു പോയിൻ്റാണ്. അപ്പോൾ കമ്പനി ഇനി ഭാവിയിലേക്കുള്ള താരങ്ങളെ ബിൽഡ് ചെയ്യുന്ന ഒരു തിരക്കിലാണ്. അപ്പോൾ ജേക്കബ് ഫാറ്റു നിലവിലെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അത്തരത്തിൽ തന്നെയാണ് റസ്ലി വോട്സിൻ്റെ ഒരു റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജേക്കബ് ഫാറ്റു എന്ന് പറയുന്ന റെസ്ലറിനെ നെക്സ്റ്റ് ജോൺസിന അല്ലെങ്കിൽ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ ലെവലിൽ പരിഗണിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ജേക്കബ് ഫാറ്റുവിനേക്കാൾ അത് ഡിസർവ് ആയിട്ടുള്ള മറ്റ് താരങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? അപ്പോൾ അവരുടെ പേരൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.